നമസ്കാരം. ഞാനാണ് സ്ത്രീയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സജീവമായ കലാലയ രാഷ്ട്രീയത്തിന് സാക്ഷ്യം വഹിച്ച സംസ്ഥാനമാണ് കേരളം. മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ വളരെ വലിയ പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട് കലാലയ രാഷ്ട്രീയം. നമ്മൾ ഇന്ന് കാണുന്ന പല ജനനായകന്മാരും കലാലയ രാഷ്ട്രീയത്തിലൂടെ നമ്മളിലേക്ക് എത്തിയവരാണ്. എന്നാൽ കാലം പോകെ പോകെ കലാലയ രാഷ്ട്രീയം മാറിയിരിക്കുന്നു. എന്താണ് ഈ മാറ്റത്തിന് കാരണം? മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളാണോ, അതോ മാറുന്ന കലാലയ സാഹചര്യങ്ങളാണോ, അതോ വിദ്യാർത്ഥി സമൂഹമാണോ, അതോ ഇതിലൊന്നും പെടാതെ മറ്റു കാരണങ്ങളാണോ? നമുക്ക് ചോദിച്ചറിയാം ഇപ്പോഴത്തെ കലാലയ രാഷ്ട്രീയത്തിലെ സജീവ സാന്നിധ്യമായ 4 വ്യക്തികളിൽ നിന്ന്. ഇന്ന് ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നു കേരള സ്റ്റേറ്റ് യൂത്ത് കമ്മീഷൻ ചെയർപേഴ്സൺ ചിന്ത ജെറോം. സ്വാഗതം. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്നേഹ RV നമ്മളോടൊപ്പം ചർച്ചയിൽ ചേരുന്നു. സ്വാഗതം സ്നേഹ. ABVPയുടെ ഓൾ ഇന്ത്യ എക്സിക്യൂട്ടീവ് മെമ്പർ രേഷ്മ ബാബു നമ്മളോടൊപ്പം ഇന്ന് ചർച്ചയിൽ ചേരുന്നുണ്ട്. സ്വാഗതം രേഷ്മ ഈ ചർച്ചയിലേക്ക്. SFIയുടെ സെൻട്രൽ കമ്മിറ്റി മെമ്പറായ ഖദീജത്ത് സുഹൈലി നമ്മളോടൊപ്പം ചർച്ചയിൽ ചേരുന്നു. സ്വാഗതം. ഞാനാണ് സ്ത്രീയിലേക്ക്. കലാലയ രാഷ്ട്രീയം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ചിന്തയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. കലാലയ രാഷ്ട്രീയം ഇന്ന് വളരെ സജീവമായി നമ്മുടെ ക്യാമ്പസുകളിലുണ്ട് എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇന്ന് രാജ്യത്തിൻ്റെ ഒരു പ്രതിപക്ഷമായി യുവത്വം നിൽക്കുകയാണ്. ഇന്ത്യയുടെ ഒരു പൊതു സാഹചര്യം തന്നെ എടുത്തു നോക്കിയാൽ ഇന്ത്യയിലെ വളരെ ശക്തമായിട്ടുള്ള കലാലയങ്ങൾ എല്ലാ വിഷയത്തിനകത്തും പ്രതികരിക്കുന്നവരായി വിദ്യാർത്ഥികൾ വരികയാണ്. അതിപ്പം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ആയാലും, ഡൽഹി സർവകലാശാലയായാലും, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയാലും, ഷിംലയിലെ സർവകലാശാലയായാലും, ഷിംല മുതൽ രാജസ്ഥാൻ വരെയുള്ള ഇപ്പം ഇന്ത്യയുടെ ജിയോഗ്രഫിക്കൽ എല്ലാ അറ്റങ്ങളിലും എല്ലാം വളരെ ശക്തമായി കലാലയ രാഷ്ട്രീയവും വിദ്യാർത്ഥികൾ നിലപാടുകൾ പറയുന്ന, അഭിപ്രായങ്ങൾ പറയുന്ന വളരെ ഊർജ്ജസ്വലരായ കുട്ടികളായി തന്നെ ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. കേരളത്തെ എടുത്തു നോക്കിയാൽ നമുക്കറിയാം, കേരളത്തിലെ കലാലയങ്ങൾ എന്നും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും നിശ്ചലമാകാത്ത ഒരു ഇടം എവിടാണെന്ന് ചോദിച്ചാൽ അത് കേരളത്തിലെ ക്യാമ്പസുകളാണ്. ക്യാമ്പസുകൾക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഈ കലാലയ രാഷ്ട്രീയം എന്ന് പറയുന്നത് അവരുടെ ഒരു സർഗാത്മകതയുടെ ഇടം കൂടിയാണ്. കോളേജ് യൂണിയൻ പ്രവർത്തനങ്ങൾ, അതിനകത്തുകൂടി കടന്നു വരുന്ന കലാകാരന്മാർ, എഴുത്തുകാർ, സിനിമാ പ്രവർത്തകർ, നാടക പ്രവർത്തകർ, അങ്ങനെ ഒരുപാട് പേർക്ക് അവസരങ്ങൾ ഒരുക്കുന്ന. അതോടൊപ്പം എനിക്ക് ഏറ്റവും സന്തോഷം ഈ അടുത്തിടയ്ക്ക് തോന്നിയ ഒരു കാര്യം, എൻ്റെ വീട് കൊല്ലത്താണ്. കൊല്ലം SN കോളേജിലെ ചെയർപേഴ്സൺ ഒരു പെൺകുട്ടി വന്നു. ചവറ BJM കോളേജ്, ഗവൺമെൻറ് BJM കോളേജിലെ പെൺകുട്ടിയായി ചെയർപേഴ്സണായ ഒരു പെൺകുട്ടി വന്നു. എറണാകുളം മഹാരാജാസ് കോളേജിലെ ചെയർപേഴ്സണായിട്ടൊരു പെൺകുട്ടി വന്നു. ഫറൂഖ് കോളേജിലെ ചെയർപേഴ്സണായിട്ടൊരു പെൺകുട്ടി വന്നു. അപ്പോൾ ഇതെല്ലാം മിക്സഡ് ക്യാമ്പസുകളാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ പഠിക്കുന്ന ക്യാമ്പസുകളിൽ പോലും അതിൻ്റെ തലപ്പത്തേക്ക് ഒരു പെൺകുട്ടി വരുന്നു ചെയർപേഴ്സണായി, കലാലയ യൂണിയൻ്റെ ചെയർപേഴ്സണായി വരുന്നു എന്ന് പറയുന്നത് നമുക്കെല്ലാം ഒരുപാട് അഭിമാനം നൽകുന്ന കാര്യമാണ്. എനിക്ക് തോന്നുന്നു, ഞാൻ പഠിക്കുന്ന ഒരു സമയത്ത് ഞാൻ കേരള സർവകലാശാല യൂണിയൻ്റെ ചെയർപേഴ്സൺ ആയിരുന്നു. അപ്പോൾ അന്ന് MG സർവകലാശാല യൂണിയൻ്റെ ചെയർപേഴ്സൺ ആയിരുന്നത് ധന്യ വിജയൻ, പെൺകുട്ടിയാണ്. കാലിക്കറ്റിൻ്റെത് നികിത, അവരും പെൺകുട്ടിയായിരുന്നു. അപ്പൊ അന്ന് കേരളത്തിലെ 3 സർവകലാശാല യൂണിയനുകളുടെ ചെയർപേഴ്സണായി പെൺകുട്ടികൾ വന്നൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കൂടുതൽ പെൺകുട്ടികൾക്ക് അവസരം കിട്ടുന്നത് താഴേക്ക് വരുമ്പോഴാണ്. പണ്ട് വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്ന ഒരു തസ്തികയിലേക്കും 2 ലേഡി റെപ്പ്, ഇതിലേക്കായിരുന്നു പെൺകുട്ടികളെ പരിഗണിച്ചിരുന്നത്. പക്ഷെ ഇന്നത് മാറി ചെയർപേഴ്സൺ ആയി അല്ലെ ജനറൽ സെക്രട്ടറി ആയി പെൺകുട്ടികൾ വരികയാണ്. പണ്ട് ഈ കണക്കൊക്കെ നോക്കണം എന്നുള്ളത് കൊണ്ട് ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട് ജനറൽ സെക്രട്ടറി സാധാരണ കുട്ടികൾക്ക്, ആൺകുട്ടികൾക്ക് കൊടുക്കും. ഇപ്പൊ അതില്ല. പെൺകുട്ടികൾ ഈ പ്രധാന പോസ്റ്റുകളിലേക്ക്, ആർട്സ് ക്ലബ് സെക്രട്ടറി, മാഗസിൻ എഡിറ്റർ, ഇതിലെല്ലാം പെൺകുട്ടികൾ വരുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമാണ്, പ്രതീക്ഷാ നിർഭരമാണ്. ഇപ്പോൾ ചിന്ത പറഞ്ഞതിൽ നിന്ന് തന്നെ തുടർ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, ചിന്ത കണ്ടതും പരിചയിച്ചതുമായിട്ടുള്ള ഒരു കലാലയ രാഷ്ട്രീയം സ്നേഹയിലേക്ക് എത്തി വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് സ്നേഹ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഇന്നത്തെ കലാലയ രാഷ്ട്രീയം? സാഹിത്യപരമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന പോലെ തന്നെ വീടുകളിൽ നിന്ന് വിദ്യാലയങ്ങളിലേക്കും അവിടെ നിന്ന് ക്യാമ്പസുകളിലേക്കുമാണ് പെൺകുട്ടികൾ പോകുന്നത്. അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൻ്റെ, അല്ലെങ്കിൽ പണ്ട് മുതൽ തന്നെ ഒരു തുടർച്ച എന്നോളം ഇന്ന് കലാലയങ്ങളിൽ അല്ലെങ്കിൽ വിദ്യാലയങ്ങളിൽ നമുക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തിനോട് പൊരുതാൻ, അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ശബ്ദമാകാൻ എപ്പോഴും വിദ്യാർത്ഥികൾക്ക് അവരിലൂടെ വരുന്ന രാഷ്ട്രീയത്തിൽ, അല്ലെങ്കിൽ KSU ആയിക്കോട്ടെ, SFI ആയിക്കോട്ടെ, ഇതര പാർട്ടി ആയിക്കോട്ടെ, ഒരു കൊടി എന്നതിനപ്പുറം വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ പണ്ട് കാലം മുതൽ ഇന്ന് വരെ വിദ്യാർത്ഥികൾക്കേ സാധിച്ചിട്ടുള്ളൂ. നമുക്കറിയാം, നിരവധി ആനുകൂല്യങ്ങൾ ഇന്ന് വിദ്യാലയങ്ങളിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ എത്തുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു തുടർക്കഥ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ കുറച്ച് പഴയ കാലത്തേക്ക് പോകണം. നമുക്കറിയാം, കൺസെഷൻ്റെ കാര്യം തന്നെ.
ഇപ്പം ഈ അടുത്തിടെ തന്നെ നിരവധി വിഷയങ്ങളുണ്ടായി. പക്ഷെ ഇവിടെയൊക്കെ മുതിർന്നവരെക്കാളിൽ ആദ്യം ശബ്ദമുയർത്തുന്ന വിദ്യാർത്ഥികളാണ്. തികച്ചും ഏറ്റവും ഊർജ്ജസ്വലതയോടെ അല്ലെങ്കിൽ ഒരു അവകാശം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശബ്ദമുയർത്തുന്ന കഴിവുള്ള ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിൻ്റെ ഒരു നാടിൻ്റെ ഒരു മുന്നണി പോരാളികളാണ് എപ്പോഴും വിദ്യാർത്ഥി രാഷ്ട്രീയവും വിദ്യാർത്ഥികളും. അത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. തീർച്ചയായിട്ടും ആരും എതിർക്കാൻ സാധ്യതയില്ല. ഇപ്പം ഒരു കുടുംബത്തിൽ നിന്നൊരു വിദ്യാർത്ഥി കലാലയത്തിലേക്ക് പോകുമ്പോൾ അവരോട് അല്ലെങ്കിൽ ആ മകളോട് അല്ലെങ്കിൽ ഒരു സ്ത്രീ, ഇപ്പം നമ്മൾ എടുത്തേക്കുന്ന വിഷയം തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പെൺകുട്ടികളുടെ ഇടമാണ്. അപ്പം ഒരു പെൺകുട്ടി ഒരു കൊടി പിടിച്ച് അല്ലെങ്കിൽ നേതാവാകാൻ എന്നതിനപ്പുറം അവളൊരു കൊടി പിടിക്കുമ്പോൾ ആഗ്രഹിക്കുന്ന എന്താ, എനിക്ക് പിന്നിലുള്ള അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന വിദ്യാലയത്തിൽ എന്താണോ ആവശ്യം അത് നേടുന്നതിന് വേണ്ടി എടുക്കുന്നൊരു കൊടിയാണ്. അതിപ്പം നമ്മളൊരു പ്രഹസനമായിട്ടോ ഒന്നും പറയാൻ പാടില്ല. ഇപ്പം നമുക്ക് മുന്നേ നടന്ന നിരവധി, ഇപ്പം തന്നെ ഇന്ദിരാഗാന്ധി ആയിക്കോട്ടെ, മമതാ ബാനർജി, അതുപോലെ ഇപ്പം തന്നെ നമ്മുടെ കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ തമിഴ്നാട് എടുക്കുമ്പോൾ തന്നെ ഇപ്പോഴും ഒരു സ്ത്രീയുടെ പേര് പറയുമ്പോൾ ജയലളിത അറിയാം. ജയലളിത ഇന്ന് നമ്മുടെ കൂടൊപ്പമില്ല. അത്രയും വലിയൊരു കാര്യങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് വിട്ടുപോയ ഒരു നല്ലൊരു നേതാവ് അല്ലേ. തീർച്ചയായിട്ടും അമ്മ എന്നാണ് അവരിപ്പോഴും അഭിസംബോധന ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോൾ നിരവധി പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എങ്കിൽ കൂടിയും അവളിൽ അത് നല്ല ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കരങ്ങളിൽ നമ്മുടെ നാട് അല്ലെങ്കിൽ ഒരു വിദ്യാലയം സുരക്ഷിതമാണ് എന്നതിന് തെളിവാണ് ഈ കഴിഞ്ഞ കാലഘട്ടത്തിലെ തിരിച്ചറിവുകൾ. ഇനിയുമുള്ള കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന ഓരോ ദിവസങ്ങളും വിദ്യാർത്ഥി രാഷ്ട്രീയം ക്യാമ്പസിനുള്ളിൽ വേണം. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ സുരക്ഷിത ഭാവി അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്ന ഏതൊരു സമൂഹവും വിദ്യാർത്ഥി രാഷ്ട്രീയത്തോടൊപ്പം തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.